സെവൻത് ചാപ്റ്റർ ടൈം. ഇപ്പൊ എത്ര സമയമായി? ആരാ പറയുന്നേ? ഇപ്പൊ കറക്റ്റ് സമയം എത്രയായി? ആരെങ്കിലും അടുത്ത് ക്ലോക്ക് ഉണ്ടോ? ചോദിച്ചിട്ടൊന്നും പറയണ്ട. എത്ര ജിയ റോസ്? സമയം എത്രയായി? 3:20. 3:20. ആർക്കൊക്കെ സമയം നോക്കാൻ അറിയാം ക്ലോക്കില്? ഒന്ന് കൈപൊന്നിച്ചേ. കറക്റ്റ് സമയം നോക്കി പറയാൻ അറിയുന്നവരൊന്ന് കൈപൊന്നിച്ചേ. ഓക്കെ, മിസ് കുറച്ച് ക്ലോക്കിന്റെ ഫോട്ടോ കാണിച്ചു തരാം. ഓക്കെ, നോക്കണേ. ഇതുപോലുള്ള ക്ലോക്സ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എവിടെയാ കണ്ടിരിക്കുന്നേ? ഇതുപോലുള്ള ക്ലോക്ക്, ഇങ്ങനെ എഴുതി കാണിക്കുന്ന ക്ലോക്ക്. എന്താ ഇതുപോലുള്ളത്? കണ്ടിട്ടുണ്ടോ? ബസ്സിന്റെ ഒക്കെ മുന്നില്, വലിയ വലിയ വണ്ടിയുടെ ഒക്കെ മുന്നില്, ചിലപ്പോ ചില കാറിന്റെ മുമ്പിലൊക്കെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാവും, ഇല്ലേ? ഇതുപോലത്തെ ക്ലോക്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സമയം നോക്കാൻ എളുപ്പമായിരിക്കും, അല്ലേ? ഇതാ ഇതിനകത്ത് ഇപ്പൊ എത്ര സമയമായിട്ടുണ്ട്? ഒരു മിനിറ്റ്, മിസ് കാണിച്ചു തരാം. ഇതാ ഈ ക്ലോക്കിനകത്ത്, ഇപ്പൊ ഈ വലുതായി കാണുന്ന ക്ലോക്കിനകത്ത് 10:08 എന്ന് സമയം കാണുന്നുണ്ട്, അല്ലേ? അതുപോലെ എന്താ 11:49, 11:49. പിന്നെ എത്രയാ? എന്താ 10:53. അതിന്റെ ഡേറ്റ് വരെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള ക്ലോക്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി സാധാരണ നമ്മളെ വീട്ടിലുണ്ടാവുന്ന ക്ലോക്സ് എങ്ങനത്തെയാ? കണ്ടിട്ടുണ്ടോ? വീട്ടിലുള്ള ക്ലോക്ക് നോക്കിയിട്ടുണ്ടോ? ഇതുപോലുള്ളതല്ലേ? അല്ലേ? ഇതുപോലത്തെ ക്ലോക്ക് അല്ലേ നമ്മുടെ വീട്ടിലുണ്ടാവുന്നേ? ഇതില് സമയം നോക്കാൻ അറിയോ ആർക്കെങ്കിലും? ഇങ്ങനെ 2 സൂചി 3 സൂചിയൊക്കെ ഇങ്ങനെ വട്ടം എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ക്ലോക്കില് സമയം നോക്കാൻ അറിയോ? നോ, അറിയില്ല, അല്ലേ? അപ്പൊ ഇതില് സമയം നോക്കാൻ പഠിക്കണ്ടേ? എങ്ങനെയാ ഇതില് സമയം നോക്കുന്നേ? മിസ് പറഞ്ഞുതരാ. ക്ലോക്കിന് ഇതാണ് നിങ്ങളുടെ വീട്ടിലുള്ള ക്ലോക്ക് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ വീട്ടിലുള്ള ക്ലോക്ക്. ഇതില് ഈ ഒരു ചെറിയ തടിച്ചിരിക്കുന്ന സൂചി കണ്ടോ? ഇതിനെന്ത് പറയും? അവർ ഹാൻഡ് എന്ന് പറയും. എന്ത് പറയും? അവർ ഹാൻഡ്, മണിക്കൂർ സൂചി. കുറച്ച് മെലിഞ്ഞിട്ട് കുറച്ച് നീണ്ടിരിക്കുന്ന സൂചിയാണെങ്കിലോ മിനിറ്റ് ഹാൻഡ് എന്ന് പറയും. ഇനി എപ്പോഴും ഇങ്ങനെ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മെലിഞ്ഞിരിക്കുന്ന സൂചിയോ? ഇതാ ഇതിനെ സെക്കൻഡ് ഹാൻഡ് എന്ന് പറയും. അപ്പൊ 3 ഹാൻഡ്സ് ഉണ്ട് ക്ലോക്കിന്: അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ്. ഇനി ക്ലോക്കിൽ നമുക്ക് കാണാം 1 2 3 4 5 6 7 8 9 10 11 12 വരെ നമ്പേഴ്സ് ഉണ്ട്. ഈ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും സെക്കൻഡ് ഹാൻഡും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എങ്ങനെ? 1ൽ നിന്ന് തുടങ്ങി 2ലേക്ക്, 3ലേക്ക്, 4ലേക്ക്, 5ലേക്ക്, 6ലേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ,
ഇനി നമ്മളെങ്ങനെ സമയം പറയാ? എങ്ങനെ സമയം പറയാ? വെയിറ്റ്. ക്ലോക്കിന്റെ മിനിറ്റ് ഹാൻഡ് എന്ന് വെച്ചാല് ഈ വലിയ ക്ലോക്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ മിനിറ്റ് ഹാൻഡ് ഏത്? ഈ 12-ന് നേരെ വന്നിരിക്കുന്ന ഹാൻഡ് കണ്ടോ? 12-ന് നേരെ വന്നിരിക്കുന്ന ഹാൻഡ് കണ്ടോ? ആ മിനിറ്റ് ഹാൻഡ് ഈ 12-ന് നേരെയും അവർ ഹാൻഡ് ഈ ചെറിയ നീളം കുറഞ്ഞ ഹാൻഡ് ഏതെങ്കിലും ഒരു നമ്പറിന് നേരെയും ആകുമ്പോഴാണ് നമ്മൾ 1 മണി 2 മണി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്ന എത്രയാ? ഈ ബ്ലാക്ക് കളറിലുള്ള ക്ലോക്കിനകത്ത് അവർ ഹാൻഡ് 9-ന് നേരെ, മിനിറ്റ് ഹാൻഡ് 12-ന് നേരെ. അപ്പൊ എത്ര മണിയായെന്ന് പറയും? ഇറ്റ് ഈസ് 9 o'clock. ഇറ്റ് ഈസ് 9 o'clock. ഇനി ഇതിലാണെങ്കിലോ ഇപ്പൊ എത്ര മണിയായെന്ന് പറയും? ഇറ്റ് ഈസ് 10 o'clock. 10 o'clock. ഇനി ഇതാണെങ്കിലോ അവർ ഹാൻഡ് 4-ന് നേരെ, മിനിറ്റ് ഹാൻഡ് 12-ന് നേരെ. അപ്പൊ എത്രയാ? 4 o'clock. എത്രയാ പറയാ? 4 o'clock. ഇതാണെങ്കിലോ അവർ ഹാൻഡ് 2-ന് നേരെ, മിനിറ്റ് ഹാൻഡ് 12-ന് നേരെ. അപ്പൊ എത്ര പറയും? 2 o'clock. തൽക്കാലം നമുക്ക് കറക്റ്റ് ഇങ്ങനെ 1 o'clock 2 o'clock എന്ന് മാത്രം പഠിച്ചാൽ മതി. ബാക്കി നമുക്ക് സമയം പോലെ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ പഠിക്കാം. കേട്ടല്ലോ? അപ്പൊ എങ്ങനെ ക്ലോക്ക് സമയം നമ്മൾ എങ്ങനെയാ പറയുന്നേ? എങ്ങനെ എഴുതുക? എങ്ങനെ എഴുതുക? 2 മണി അല്ലെങ്കിൽ 2 o'clock എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? അറിയോ എങ്ങനെ എഴുതുന്ന്? 2 എഴുതിയിട്ട് 2 എഴുതാ, സ്മോൾ ലെറ്റർ O എഴുതും, അതിന്റെ മേലെ ചെറിയൊരു കോമ ഇടും, എന്നിട്ട് CLOCK. ഇതാണ് 2 മണിന്ന് നമ്മൾ 2 o'clock എന്ന് പറയുന്നത്. 2 o'clock. ഇനി പേജ് നമ്പർ 99 ചാപ്റ്റർ തുടങ്ങുന്ന പേജ് ഒന്ന് എടുത്തേ. മിസ്സിന്റെ ക്യാമറ കേടായതുകൊണ്ടാട്ടോ വീഡിയോ ഓൺ ചെയ്യാത്തെ. അതില് എക്സസൈസ് 7.1 കണ്ടോ? എക്സസൈസ് 7.1 തൊട്ട് മേലെ 3 ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. തൊട്ടുമേലെ 3 ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 1 o'clock. 1 മണി എന്ന് പറയുമ്പോൾ 1 o'clock. 1 o'clock എഴുതിയത് കണ്ടോ? 1 എഴുതി, ഒരു സ്മോൾ ലെറ്റർ O എഴുതി, മേലെ ചെറിയൊരു കോമ ഇട്ടു, ഓന്റെ മേലൊരു കോമ ഇട്ടു, പിന്നെ ക്ലോക്ക്. എന്താ ക്ലോക്കിന്റെ സ്പെല്ലിംഗ്? CLOCK. CLOCK. അടുത്തത് രണ്ടാമത്തെ ക്ലോക്കിൽ എത്ര സമയം കാണിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് 4 o'clock. ഇറ്റ് ഈസ് 4 o'clock. അടുത്തത് എത്രയാ കാണിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് 6 o'clock. കണ്ടോ? 1 o'clock 4 o'clock 6 o'clock കാണിച്ചിരിക്കുന്നത് കണ്ടോ? അതേപോലെ അങ്ങനെയാണെങ്കിൽ എക്സസൈസ് 7.1 ആ 1, 2, 3 ക്ലോക്കിലുള്ള സമയം ഒന്ന് എഴുതിയേ. ഒന്നാമത്തെ ക്ലോക്കിൽ എത്രയാ സമയം? ആരാ പറഞ്ഞിരുന്നേ? നൈല.
7 o'clock. 7 o'clock. ആ 7 ക്ലോക്കിന് o'clock. അതിന് തൊട്ട് താഴെ 7 o'clock എന്ന് എഴുതിക്കോ. എങ്ങനെ 7 o'clock എന്ന് എഴുതാം? It is 7 o'clock. It is 7 o'clock. എങ്ങനെ എഴുതും? It is 7 o'clock. എങ്ങനെ എഴുതും? It is It is 7 o'clock. CLOCK. It is 7 o'clock. രണ്ടാമത്തെ എത്രയാ സമയം? രണ്ടാമത്തെ അമൃത രണ്ടാമത്തെ ക്ലോക്കിൽ എത്ര സമയം പറഞ്ഞിരിക്കുന്നേ? 9 o'clock. ഓക്കെ, എന്നത് അവിടെ എഴുതി വെച്ചോ. ഇറ്റ് ഈസ് 9 o'clock. എഴുതി കഴിഞ്ഞോ? ഇറ്റ് ഈസ് 9 o'clock. 9 o'clock. അടുത്തത് എത്രയാ ഐഫുന? മൂന്നാമത്തത്. It is 2 o'clock. It is 2 o'clock. അപ്പൊ സമയം നോക്കാൻ പഠിച്ചല്ലോ. 1 മണി, 2 മണി, 3 മണിയൊക്കെ കണ്ടാ മനസ്സിലാവുമല്ലോ. ഇപ്പോ മനസ്സിലാവല്ലോ. ഓക്കെ, അടുത്ത പേജിലുള്ളത് ഡ്രോ ഹാൻഡ്സ് ഓൺ ദി ക്ലോക്സ്. 5 o'clock തന്നിട്ടുണ്ട്, 3 o'clock തന്നിട്ടുണ്ട്, 8 o'clock തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ക്ലോക്കിന്റെ ഹാൻഡ്സ് വരയ്ക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി മിസ് പറയുന്നതൊക്കെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. ഡ്രോ ഹാൻഡ്സ് ഓൺ ദി ക്ലോക്ക്. തന്നിരിക്കുന്ന 3 ടൈമിനനുസരിച്ചും ക്ലോക്കിന്റെ ഹാൻഡ്സ് വരയ്ക്കാം. 5 o'clock എന്ന് പറയുമ്പോൾ 5ന് നേരെ ചെറിയ ഹാൻഡ് അവർ ഹാൻഡും 12ന് നേരെ മിനിറ്റ് ഹാൻഡും. 3 o'clock എന്ന് പറയുമ്പോൾ 3ന്റെ നേരെ അവർ ഹാൻഡ് ചെറിയ ഹാൻഡും 12ന് നേരെ വലിയ ഹാൻഡും. 8 o'clock എന്ന് പറയുമ്പോൾ 8ന് നേരെ ചെറിയ ഹാൻഡും 12ന് നേരെ മിനിറ്റ് ഹാൻഡ് വലിയ ഹാൻഡും. Then C question, follow the pattern. Follow the pattern. Draw hands on the clock. Write what name it is, what time it is. Pattern follow ചെയ്തിട്ട് ടൈം കണ്ടുപിടിക്കുക. C question രണ്ടെണ്ണം ഉണ്ട്. ഒന്നാമത്തേല് ആദ്യത്തെ സമയം 4 o'clock, രണ്ടാമത്തെ സമയം 5 o'clock. 4 കഴിഞ്ഞിട്ട് 5. അപ്പൊ 5 കഴിഞ്ഞിട്ട് അടുത്തത് ഏതായിരിക്കും? അടുത്തത് 6 o'clock എന്ന് അവിടെ എഴുതുക. 6 o'clockന്റെ ഹാൻഡ് ക്ലോക്കിൽ വരച്ചു വെക്കാം. സെക്കൻഡ് 1 o'clock അവിടെ കൊടുത്തിട്ടുണ്ട്. 1 o'clock കഴിഞ്ഞിട്ട് കൊടുത്തത് 4 o'clock. 1 o'clock കഴിഞ്ഞിട്ട് എത്ര സമയം കഴിയുമ്പോഴാണ് 4 o'clock ആവുക? 1 o'clock, 2 o'clock, 3 o'clock, 4 o'clock. അപ്പൊ 4 കഴിഞ്ഞിട്ട് ഏതായിരിക്കും വരാ? 1 കഴിഞ്ഞിട്ട് 2ഉം 3ഉം കഴിഞ്ഞിട്ട് 4. അപ്പൊ 4 കഴിഞ്ഞിട്ട് 5ഉം 6ഉം കഴിഞ്ഞിട്ട് 7 o'clock. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ ക്ലോക്കിൽ മാർക്ക് ചെയ്യേണ്ടത് 7 o'clock. അതെ, 7 o'clock എന്ന് എഴുതുകയും ചെയ്യാം, 7 o'clock ക്ലോക്കിൽ മാർക്ക് ചെയ്യുകയും ചെയ്യാം. Next question, what time it is? Fill in the blanks.
ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സമയം നോക്കുക. 1 o'clock ആണോ 2 o'clock ആണോ, എഴുന്നേക്കുന്ന എത്ര മണിക്കാന്നൊക്കെ നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ഡി ക്വസ്റ്റ്യൻ, സോനു ഗെറ്റ്സ് അപ്പ് അറ്റ്, അവിടെ ക്ലോക്കിൽ സമയം കൊടുത്തിട്ടുണ്ട്. സോനു എത്ര മണിക്കാണ് എഴുന്നേക്കുന്നേ? 6 o'clock in the morning. Second, Sonu has breakfast at, അവിടെ സമയം കൊടുത്തിട്ടുണ്ട് ക്ലോക്കിൽ. 6 മണിക്ക് എഴുന്നേറ്റു. എത്ര മണിക്കാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? ക്ലോക്കിൽ എത്ര അവിടെ സമയം കാണിക്കുന്നത്? 7 o'clock. Sonu has breakfast at 7 o'clock. Next page, page number 101. Sonu reaches school at, Sonu reaches school at, അവിടെ ക്ലോക്കിൽ ടൈം കൊടുത്തിട്ടുണ്ട് 8 o'clock. ഇതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നതാണ് ക്വസ്റ്റ്യൻ. Then fourth one, Sonu comes back from school at, അവിടെ പിന്നെ സമയം കൊടുത്തിട്ടുണ്ട് 2 o'clock. Next, Sonu has lunch at 3 o'clock. അവിടെ ക്ലോക്കിൽ സമയം കൊടുത്തിട്ടുണ്ട്. Sixth one, Sonu goes to play at, Sonu goes to play at 6 o'clock. Seventh one, Sonu finishes his homework at, അവിടെ പിന്നെ സമയം കൊടുത്തിട്ടുണ്ട് 7 o'clock. Last one, Sonu goes to bed at, Sonu goes to bed at 9 o'clock. അടുത്ത പേജും കൂടി ഒന്ന് എടുത്തേ. പേജ് നമ്പർ 102. മിസ് ആദ്യം കാണിച്ചെന്നില്ലേ കുറച്ച് ക്ലോക്കിന്റെ ചിത്രം, ഡിജിറ്റൽ ക്ലോക്ക്, സമയം എഴുതി കാണിക്കുന്നത്, ലൈറ്റ് ഒക്കെ വെച്ചിട്ട് LED ബൾബൊക്കെ വെച്ചിട്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കാണിച്ചു തരുന്ന ക്ലോക്ക്, അതിനാണ് നമ്മൾ ഡിജിറ്റൽ ക്ലോക്ക് എന്ന് പറയാം. അതിൽ സൂചിയൊന്നും ഉണ്ടാവില്ല, അവർ ഹാൻഡോ മിനിറ്റ് ഹാൻഡോ ഒന്നും ഉണ്ടാവില്ല. അതിലെങ്ങനെയാ സമയങ്ങൾ കാണിക്കുക? ഡിജിറ്റ്സ് ആയിട്ട്, നമ്പേഴ്സ് ആയിട്ട് ടൈം കാണിക്കും. അവിടെ ഡിജിറ്റൽ ക്ലോക്ക് കാണിച്ചിരിക്കുന്നുണ്ടോ? 4 o'clock, 4 എന്ന് എഴുതിയിട്ട് 2 പോയിന്റ് 2 ഡോട്ട് ഇട്ടിട്ട് 2 0, അതാണ് 4 o'clock. തൊട്ട് താഴെ എക്സസൈസ് 7.2 കണ്ടോ? എക്സസൈസ് 7.2, ഡ്രോ ലൈൻസ് ടു മാച്ച്. അനലോഗ് ക്ലോക്കും കൊടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. സെയിം ടൈം വരുന്ന ക്ലോക്ക് തമ്മിൽ മാച്ച് ചെയ്യാം. ആദ്യത്തത് 10 o'clock, അനലോഗ് ക്ലോക്കിൽ 10 o'clock കൊടുത്തിട്ടുണ്ട്. അതിനെ ഡിജിറ്റൽ ക്ലോക്കിൽ 10:00 എന്നുള്ള ക്ലോക്കിലേക്ക് മാച്ച് ചെയ്തിട്ടുണ്ട്. ഡി എന്താ ബിയോണ? ബിയോണ എവിടെ? ഓക്കെ, വരച്ചു കഴിഞ്ഞോ? വെരി ഗുഡ്. രണ്ടാമത്തേത് 8 o'clock. അനലോഗ് ക്ലോക്കിൽ 8 o'clock കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ക്ലോക്കിൽ ഏതാ 8 o'clock വരുന്നത്? ലാസ്റ്റ് വൺ 8:00 എന്ന് വരുന്നതാണ് 8 o'clock. തേർഡ് വൺ 1 o'clock. 1 o'clock ഡിജിറ്റൽ ക്ലോക്കിൽ ഫസ്റ്റത്തത് 1:00 വരുന്നതാണ് ഡിജിറ്റൽ ക്ലോക്കിൽ 1 o'clock. ഫോർത്ത് വൺ അനലോഗ് ക്ലോക്കിൽ 5 o'clock. ഡിജിറ്റൽ ക്ലോക്കിൽ മൂന്നാമത്തെ സി ആണ് 5 o'clock, 5:00. 5:00. Next, last one 7 o'clock. അഞ്ചാമത്തേത് 7 o'clock. 7 o'clock ഏതാ? ഡിജിറ്റൽ ക്ലോക്കിൽ രണ്ടാമത്തെ 7:00.
അപ്പൊ ക്ലോക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് എന്താ? ഡേയ്സ് ഓഫ് എ വീക്ക്. ഡേയ്സ് ഓഫ് എ വീക്ക്. ഇന്ന് ഒരുപാട് പെട്ടെന്ന് തീർത്തു പോയല്ലേ? ഇതൊക്കെ വേഗം വേഗം പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് മിസ് സ്പീഡിൽ പറഞ്ഞേ. എക്സാം ആവാറായില്ലേ? തീർക്കണ്ടേ നമുക്ക്? നെക്സ്റ്റ്, ഡേയ്സ് ഓഫ് എ വീക്ക്. ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ട് എന്ന് പറഞ്ഞേ? ഫിംഗർ വെച്ച് കാണിച്ചു തന്നാൽ മതി. ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ട്? എത്ര ദിവസം ഉണ്ട്? A week has 7 days. ഈ 7 days ഏതൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? 7 ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? അറിയോ? ആരാ പറഞ്ഞിരുന്ന മിസ്സിന് 7 days ഏതൊക്കെയാണ്? ഇഷിക പറഞ്ഞേ 7 days. സൺഡേ, ആ, മൺഡേ, ട്യൂസ്ഡേ, ആ, വെനസ്ഡേ, ഉം, തേഴ്സ്ഡേ, ഉം. ഫ്രൈഡേ, ഫ്രൈഡേ ഒന്നുണ്ടോ? ഓക്കെ, സാറ്റർഡേ. ഏതൊക്കെയാ 7 days? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് സൺഡേ നല്ല ഇഷ്ടമായിരിക്കും എല്ലാവർക്കും അല്ലേ? സൺഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും, ലീവ് അല്ലേ? സൺഡേ ഈസ് എ ഹോളിഡേ അല്ലേ? പണ്ട് മുതലേ കേൾക്കുന്നതാ സൺഡേ ഹോളിഡേ. മൺഡേ ആകുമ്പോൾ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? ഒരു ദിവസം ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോണ്ടേ അല്ലേ? മൺഡേ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. ട്യൂസ്ഡേയും അതുപോലെ തന്നെ ആയിരിക്കും, ഭയങ്കര ബോറായിരിക്കും സ്കൂളിൽ പോകുമ്പോൾ, മടിയായിരിക്കും പോവാൻ. വെനസ്ഡേയോ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, വെനസ്ഡേയോ അങ്ങനെ തന്നെ, സ്കൂളിൽ പോണ്ടല്ലേ. തേഴ്സ്ഡേ ആകുമ്പോൾ ചെറിയൊരു സന്തോഷം വരും, ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ലീവല്ലേ. ഫ്രൈഡേ ആകുമ്പോൾ നല്ല സന്തോഷമായിരിക്കും, സാറ്റർഡേ ലീവല്ലേ അല്ലേ? ഫ്രൈഡേ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, സാറ്റർഡേ ലീവ് ആയതുകൊണ്ട്. സാറ്റർഡേ പൊതുവെ ഒരു ക്ഷീണവും ആഘോഷവും ഒക്കെ ആയിരിക്കും. സൺഡേ ആകുമ്പോൾ അതിനേക്കാളും ഇഷ്ടമായിരിക്കും, ഫുൾ ഹോളിഡേ. പിന്നെ മൺഡേ തുടങ്ങും മടി വരാൻ അല്ലേ? അങ്ങനെ ഡേയ്സ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളിത് പറയാൻ മാത്രം പഠിച്ചാൽ മതിയോ? എന്തൊരു കഷ്ടല്ലേ എല്ലാത്തിൻ്റെയും സ്പെല്ലിങ് പഠിക്കല് അല്ലേ? സാരമില്ല, പുതിയ പുതിയ വേർഡ്സ് ഒക്കെ പഠിക്കുമ്പോൾ സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണ്ടേ? അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റില് ഡേയ്സ് ഓഫ് എ വീക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ 7 ഡേയ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ എക്സൈസ് 7.3 എഴുതിയതിന് തൊട്ട് മേലെ കണ്ടോ? SUNDAY സൺഡേ, MONDAY മൺഡേ, TUESDAY ട്യൂസ്ഡേ, WEDNESDAY വെനസ്ഡേ. അത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വെനസ്ഡേ സ്പെല്ലിങ് പഠിക്കാൻ. തേഴ്സ്ഡേ, THURSDAY തേഴ്സ്ഡേ. ഫ്രൈഡേ അത് എളുപ്പമാണ് പഠിക്കാൻ, FRIDAY ഫ്രൈഡേ. സാറ്റർഡേ വലിയ ഇഷ്ടമുണ്ടാവില്ല പഠിക്കാൻ, SATURDAY സാറ്റർഡേ. അപ്പൊ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഈ 7 ഡേയ്സിന്റെയും സ്പെല്ലിംഗ് ഒരു 5 ടൈംസ് എഴുതിയിട്ട് പഠിക്കാം. ഇതെല്ലാം ഇന്ന് തന്നെ ചെയ്യേണ്ട, നാളെ സൺഡേ അല്ലേ, നാളെയൊക്കെ കഴിഞ്ഞ് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി വർക്കൊക്കെ കേട്ടോ. ഇന്ന് തന്നെ ഇന്ന് കംപ്ലീറ്റ് ചെയ്യണ്ട, സമയം എടുത്തിട്ട് സാവധാനം ചെയ്താൽ മതി. 7 ഡേയ്സിന്റെയും സ്പെല്ലിങ്ങും കൂടി പഠിക്കാം. ഓക്കെ, ബാക്കി വർക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ.
ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു കുറെ പറഞ്ഞില്ലേ. ഓക്കെ ബൈ.